നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോ നാഗപൂജകളെ പറ്റിയുള്ള മൂന്നാമത്തെ ഭാഗമാണ്. നാഗാരാധന ഏറ്റവും വ്യാപകമായിട്ടുള്ളത് കേരളത്തിലാണ്. സർപ്പപ്രീതിക്ക് അനേകം അനുഷ്ഠാനങ്ങൾ ഇവിടെയുണ്ട്. അതിൽ പ്രധാനമായ രണ്ട് അനുഷ്ഠാനങ്ങളാണ് പുള്ളുവൻ പാട്ടും നാഗപഞ്ചമിയും. ഇവയെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി പുള്ളുവപ്പാട്ട്. നാഗാരാധനയുടെ ഏറ്റവും പ്രധാന ഘടകമാണ് പുള്ളുവപ്പാട്ട്. പുള്ളുവർ പാടുന്നത് കൊണ്ടാണ് പുള്ളുവപ്പാട്ട് എന്ന് പറയുന്നത്. നാഗപ്രീതിക്കാണ് പുള്ളുവർ പാട്ട് നടത്തുന്നത്. പുള്ളുവക്കുടവുമായി വീടുകൾ തോറും കേടിയിറങ്ങി നാഗസ്തുതി പാടുന്ന പുള്ളുവർ ഇന്ന് അപൂർവമാണെങ്കിലും ക്ഷേത്രങ്ങളിലാണ് ഇവരെ കൂടുതലായി കാണപ്പെടുന്നത്. ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടാവാൻ ഭക്തർ പേരും നാളും പറഞ്ഞ് പുള്ളുവപ്പാട്ട് പാടിക്കുന്നതാണ് പതിവ്. പാടിക്കഴിയുമ്പോൾ ഭക്തർ ഇവർക്ക് ദക്ഷിണ നൽകുന്നു. വീണയും കുടവുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട സംഗീത ഉപകരണങ്ങൾ. താളത്തിനായി പ്രത്യേകം വാദ്യമൊന്നും ഉപയോഗിക്കാറില്ല. താളത്തിനായി ചിലപ്പോൾ ഇലത്താളം ഉപയോഗിച്ചു വരുന്നു. ബ്രഹ്മാവ് കുടവും വിഷ്ണു താളവും ശിവൻ വീണയുമാണ് എന്നാണ് വിശ്വാസം. അതിനാൽ ഇതിന് ത്രിമൂർത്തി സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി നാഗപഞ്ചമി. ചിങ്ങത്തിലെ വെളുത്ത പഞ്ചമി ദിവസമാണ് നാഗപഞ്ചമി. ശ്രീകൃഷ്ണൻ കാളിയൻ്റെ അഹങ്കാരം ശമിപ്പിച്ചത് ഈ ദിവസമാണെന്ന വിശ്വാസത്തിൽ ശ്രീകൃഷ്ണൻ നേടിയ വിജയത്തിൻ്റെ അനുസ്മരണമായിട്ടാണ് ഈ ദിവസം ആഘോഷിക്കുന്നത്. നാഗപൂജയ്ക്ക് വിധിക്കപ്പെട്ട ദിവസമാണിത്. പാമ്പിനെ കൊല്ലുവാനോ ഉപദ്രവിക്കാനോ പാടില്ല എന്നാണ് വിശ്വാസം. അബദ്ധവശാൽ പാമ്പുകൾക്ക് മുറിവേൽക്കും എന്ന് ഭയന്ന് വടക്കേ ഇന്ത്യയിലെ കർഷകർ ഈ ദിവസം നിലം ഉഴാറില്ല. ചിലയിടങ്ങളിൽ ഈ ദിവസം ഓണം പോലെ ആഘോഷിക്കുന്നു. മറ്റു ചിലയിടങ്ങളിൽ സർപ്പരൂപങ്ങൾ വെച്ച് നാഗപൂജ നടത്തിയും സർപ്പക്കളം വരച്ച് പാട്ടുപാടിയും ഊഞ്ഞാലാട്ടിയും ആഘോഷിക്കുന്നു. മഹാരാഷ്ട്രയിൽ മഹോത്സവമായ നാഗപഞ്ചമി ദിവസം സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒടുവിൽ പിടികൂടിയ മൂർഖൻ പാമ്പിനെ പുഷ്പവും നെയ്യും പണവും അർപ്പിച്ച് പൂജിക്കാറുണ്ട്. പാമ്പിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടാൻ ഈ ദിവസം മാനസാദേവിയെ പൂജിക്കുന്ന പതിവുമുണ്ട്. എറണാകുളത്തെ ആമേട ക്ഷേത്രത്തിലും കാസർഗോട്ടുള്ള ശ്രീ മദനേശ്വര ക്ഷേത്രത്തിലും നാഗപഞ്ചമി ആഘോഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.